കുഞ്ഞിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്റർ 1136 ആണ്. 2025 ആദ്യത്തെ വൺ പീസ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം എക്സൈറ്റ്മെന്റിലാണ്. സോ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്താൽ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ പേജ് ഒന്ന് സബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. എങ്കിൽ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ആനിമി കണ്ടന്റ്സ് നിങ്ങൾക്ക് മിസ്സാകാതെ കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ തുടങ്ങാൻ നിർത്ത് ലൂഫി ആ ഒരു മീറ്റ് നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂഫി പറയുന്നു, ഇത് കഴിക്കാൻ നിർത്ത്, എനിക്ക് ആ ഡിനോസറിന്റെ മീറ്റ് ആണ് ഓർമ്മ വരുന്നത്. എല്ലാവരും ജാറു അപ്പൊ പറയുന്നുണ്ട്, നീ അത് ആസ്വദിച്ച് തന്നെ കഴിച്ചോ, കാരണം ഇതിന് പിടിക്കുന്നത് അത്ര നിസ്സാര പണിയൊന്നുമല്ല. നല്ല രുചിയാണെന്നുണ്ടെങ്കിലും ഇതിന് പിടിക്കാൻ കുറച്ചധികം പണിയാണ്. ഞങ്ങളുടെ സേവിയറിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാനും തയ്യാറാണെന്ന് നമ്മുടെ ഹജറുദ്ദീൻ പറയുന്നുണ്ട്. അപ്പൊ തന്നെ ലൂഫി ആ മീറ്റ് കഴിച്ചിട്ട് ഹജറുദ്ദീനും അതേപോലെ സ്റ്റാൻസിനും നന്ദി പറയുകയും ചെയ്യും. സത്യം പറയുവാണെങ്കിൽ മനുഷ്യർ ഇവിടെ എൽബഫിലെ സൺ റിലത്തിലേക്ക് വരുന്നത് വളരെയധികം റെയർ ആണ്. കാരണം എല്ലാവരും അണ്ടർവേൾഡ് എൽബഫ് ആണെന്ന് തെറ്റിദ്ധരിച്ച് അത് കണ്ടിട്ട് അപ്പൊ തന്നെ തിരിച്ചു പോകാറാണ് പതിവ്. പിന്നെ അല്ലാതെ മൈറ്റ് ഓർസ് എന്ന് പറയുന്നത് വളരെ വലിയ ആളായിരുന്നല്ലോ. എന്തിന് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പുള്ളിക്കാരൻ ഒരു ലെജൻഡറി ഐറ്റം ആയിരുന്നു. എന്നിട്ട് അവനെ ആരാണ് ഡിഫീറ്റ് ചെയ്തെന്നറിയാവോ? അത് ഞാനാണ്, ഈ ഉസോപ്പാണ്. ഉസോപ്പ് വീണ്ടും പുള്ളിക്കാരന്റെ വീരകഥകൾ പറഞ്ഞ് എല്ലാരെയും മയക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ജിമ്മിനെ കുറേ ജയൻസ് കാണുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, നിന്റെ സ്കിൻ എന്താണ് ഇങ്ങനെ ബ്ലൂ ആയിട്ടിരിക്കുന്നത്? അത് ഞാനൊരു ഫിഷ്മൻ ആയതുകൊണ്ടാണ്. നിങ്ങൾ എന്റെ ഐലൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പല തരത്തിലുള്ള സ്കിൻ ടോൺസ് നിങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ അതിനകത്തൊരു ജൈൻ പറയുന്നുണ്ട്, എനിക്ക് മെർമെഡിനെ കാണുന്നു ഭയങ്കര അധികം ആഗ്രഹമുണ്ട്. അത് പൊളിച്ച്, കാരണം മെർമെഡൊക്കെ എന്ന് പറയുന്നത് എന്ത് ലുക്കാണെന്നറിയാവോ? അവരെ കണ്ടാൽ തന്നെ അലിഞ്ഞു പോകുന്നു നമ്മുടെ സാഞ്ചി പറയുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ ജയൻസ് ലേഡീസിന്റെ അത്ര ഒന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് സാഞ്ചി ആ ജയൻസ് ലേഡീസിന്റെ ഇടക്ക് കിടന്ന് കളിച്ചോണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരനായിട്ട് വളരെയധികം സന്തോഷമായിട്ട് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ബ്രോക്കിനൊക്കെ കണ്ടിട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേയധികം ജയൻസ് ഉണ്ടെങ്കിലും അതിൽ കുറച്ച് പേര് മാത്രമേ സീസിലേക്ക് പോകാറുള്ളൂ. എല്ലാവരുടെയും വിചാരം ജയൻസ് എല്ലാവരും പൈററ്റ് ആണെന്നാണ്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ റോഡ് അവിടേക്ക് വരും. നാമി ഇതുകൊണ്ട് പേടിക്കുകയും ചെയ്യും. എന്നിട്ട് പുള്ളിക്കാരൻ പറയും, നാമിസാൻ എന്നോട് ക്ഷമിക്കൂ, ഞാൻ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഓർത്ത് ചെയ്തതല്ല. ക്ഷമിക്കാനാ നിന്നോടാ, നീയൊക്കെ എന്താണ് അവനായിട്ട് കാണിച്ചത്, നിനക്ക് വല്ല ഓർമ്മയുണ്ടെന്ന് ഒരു ജയന്റി നമ്മുടെ റോഡിന്റെ ചോദിക്കുന്നുണ്ട്. അപ്പൊ തന്നെ സോറോ പറയുകയും ചെയ്യും, നീ എന്താണ് വിഷമിക്കൊന്നും വേണ്ടില്ല, അല്ലെങ്കിൽ ഇവിടെ ആരും മരിച്ചൊന്നുമില്ലല്ലോ. ഉസോപ്പ് എന്തായാലും എന്നെ തടഞ്ഞത് നിന്റെ ഭാഗ്യമായിട്ട് തന്നെ കൂട്ടിക്കോ, കാരണം അവൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ നിന്റെ തല ഇപ്പൊ നിന്റെ ശരീരത്തുണ്ടാകത്തില്ലായിരുന്നു. ഇത് കേൾക്കാൻ നേരത്ത് തന്നെ റോഡ് പേടിച്ച് നേരെ ബാക്കിലേക്ക് വീഴുകയും ചെയ്യും. അപ്പൊ തന്നെ ഒരു ജൈന് പറയുന്നുണ്ട്, റോഡെ ഒരു ഫൈറ്റ് ഒക്കെ എടുക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിനു മുമ്പ് അവരുടെ ബൗണ്ടറീസും കൂടെ നീ നോക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. നീ വിചാരിച്ചിരുന്നെങ്കിൽ പോലും നിനക്ക് അവരുടെ മേത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധിക്കത്തില്ലായിരുന്നു, കാരണം അത്രക്ക് സ്ട്രോങ്ങർ ആണ്. അപ്പൊ നമ്മുടെ ഗിയർ സോളോടൊക്കെ പറയുന്നുണ്ട്, അടുത്ത വർഷം നീ അതുകൊണ്ട് വിട്ടുകളിയൊന്നും വേണ്ട, നീ അങ്ങോട്ട് തീർത്തേക്ക്. ഇത് കേൾക്കാൻ നേരത്ത് റോഡ് ഞെട്ടി ധരിച്ചു പോകും. എന്തിനാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ലെങ്കിൽ എൽബഫിലുള്ള എല്ലാവരുടെ ആഗ്രഹം അത് തന്നെയല്ലേ, അടുത്ത സൺഗോഡായിട്ട് ജനിച്ച് ഈ ലോകം ഭരിക്കണം, അത് മാത്രമല്ലേ ഞാൻ ചെയ്തുള്ളൂ. അപ്പൊ തന്നെ നമ്മുടെ സോറോ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. സൺഗോഡോ അതാരാണ്? അപ്പൊ തന്നെ ബാക്കിയുള്ള ജയൻസ് എല്ലാവരും കൂടെ കിടന്ന് ഇടിവെക്കാൻ തുടങ്ങും. നീ എന്ത് കുന്താണ് പറയുന്നത്? സൺഗോഡ് ഒരു റൂളർ ഒന്നുമല്ല, പുള്ളിക്കാരൻ ഗോഡ് ഓഫ് ലിബറേഷൻ ആണ്, അല്ല ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആണ്. എന്ത് മണ്ടത്താണ് പറയുന്നത്? പുള്ളിക്കാരൻ ചിരിയുടെ രാജാവ്. എന്നിട്ട് അവർ എല്ലാവരും കൂടെ കിടന്ന് ഇടിവെക്കാണ്. സൺഗോഡ് അതാണ്, സൺഗോഡ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എൽബഫിന് അത് ഹാർലി എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്, അതിൻ്റെ അകത്താണ് നമ്മുടെ സൺഗോഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ളത് ആയത് കൊണ്ട് തന്നെ ഇതിൽ പല പല ചേഞ്ചസും വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് ആക്യുറേറ്റ് എന്ന് ആർക്കും അറിയാൻ മേല. എന്നാൽ അത് എഴുതിയിൽ വെച്ചൊക്കെ നോക്കാൻ നേരത്ത് നമ്മുടെ ലോകം ഇതിനു മുമ്പ് 2 വട്ടം നശിച്ചിട്ടുണ്ട്. ഈ 2 വട്ടം നശിച്ച് കഴിയാൻ നേരത്ത് സൺ ഗോഡ് നിക്ക് എന്ന് പറയുന്ന ഒരുത്തൻ വന്ന് അത് റെഡിയാക്കിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആർക്കറിയാം അവൻ ഈ ലോകത്തിന്റെ രക്ഷകനാണോ എന്ന്? ചിലപ്പോൾ ഈ ലോകം തന്നെ നശിപ്പിക്കാൻ വന്നവനും ആയിരിക്കാം. എങ്കിലും എല്ലാവർക്കും അറിയാവുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ നിക്കയുടെ വരവ് എല്ലാ റൂളേഴ്സും പേടിച്ചിരുന്നു. ഇത് മറ്റേ പുള്ളിയല്ലേ ബോണി നേരത്തെ എന്നോട് മെൻഷൻ ചെയ്തിട്ടുള്ള സൺഗോഡ് നിക്ക? അത് തന്നെ. അതെ, പതുക്കെ പതുക്കെ ഈ സൺഗോഡ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ട് മാറി. ഒരു ഗതിയും പരഗതി ഇല്ലാത്തവർക്ക് അതൊരു ഹോപ്പ് ആയിട്ട് മാറി. പറയുന്നത് നിക്ക എന്ന് പറയുന്നത് വെള്ള കളറിൽ പൊതിഞ്ഞ ഒരാളാണെന്നാണ്. തലമുടി തൊട്ട് കാലിൽ കിടക്കുന്ന ചെരുപ്പ് വരെ വെള്ള കളറിൽ പൊതിയും, എന്നിട്ട് നിർത്താത്ത ചിരിയുമുണ്ട്. അങ്ങനെ പറ, വെറുതെ അല്ല എല്ലാവരും ഞാനും അവനോട് ഭയങ്കര സിമിലർ ആണെന്ന് പറയുന്നത്. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഞാനും അവനായിട്ട് ഒരു ബന്ധവുമില്ല. സ്ട്രോ ഹാറ്റ്, നീ അങ്ങനെയൊന്നും വിചാരിക്കുന്ന വേണ്ട. നീ എൽബഫിൽ ജനിച്ചിരുന്നെങ്കിൽ നിനക്ക് കാര്യം മനസ്സിലായെന്ന്. ഞങ്ങൾ എല്ലാവരും നിക്കക്ക് വേണ്ടിയാണ് നോക്കി നിൽക്കുന്നത്. പിന്നെ അവൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെയും ഡ്രീം ഏകദേശം ഒന്ന് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ആ ലോക്കിയുടെ പരിപാടിയും ഏകദേശം ഒന്ന് തന്നെയായിരുന്നു. അവൻ കിങ് ഹാർലോനെ കൊന്നു തന്നെ നിക്കയുടെ ഫുഡ് സ്റ്റെപ്പ് ഫോളോ ചെയ്യാൻ വേണ്ടിയാണ്. ലോക്കിയോ അപ്പൊ അവൻ നല്ല മനുഷ്യരാണല്ലേ? അപ്പൊ തന്നെ അല്ലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ജയൻസും ലൂഫിയുടെ നേരെ വരും. അവൻ സത്യം പറഞ്ഞ ഒരു ശപിക്കപ്പെട്ട പ്രിൻസ് ആണ്. അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു പറച്ചിലുണ്ടായിരുന്നു, കിങ് ഹാർലോഡ് പുള്ളിക്കാരന്റെ മകന്റെ കൈകൊണ്ട് തന്നെ മരിക്കുമെന്ന്. അവസാനം അങ്ങനെ തന്നെ സംഭവിച്ചു. അവൻ ജനിച്ച് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ഹോഴ്സ് ഓഫ് ദി ഫോർച്യൂൺ മരിച്ചത്. അതും പോരാഞ്ഞിട്ട് ആ ഒരു സമയത്ത് തന്നെയാണ് ലിലി ഞങ്ങളുടെ ലെജൻഡറി ഹീറോ ആയിട്ടുള്ള ജോർഡലിനെ കൊല്ലുന്നത്. നഷ്ടങ്ങൾ വീണ്ടും വന്നുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ രാജാവ് മരിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ രാജ്ഞിയെ ഞങ്ങളെല്ലാവരും വിട്ടുപോയി. 10 വയസ്സുള്ളപ്പോൾ അവൻ ഇവിടുത്തെ അണ്ടർവെല്ലിലേക്ക് ചെന്നു. അവിടെ ചെന്ന് എല്ലാവരെയും അവൻ കൊന്നു. കുറെ അധികം മൃഗങ്ങളെ കൊന്നു. എന്നിട്ട് ബാക്കിയുള്ളവരെ അവൻ അവന്റെ സബോർഡിനേറ്റീവ് ആക്കി മാറ്റി. അതും വെറും 10 വയസ്സുള്ളപ്പോൾ. അവന്റെ കയ്യിലിരിപ്പ് കാരണം കുറെ അധികം ജീവനുകൾ പോയി, കുറെ അധികം നാടുകൾ നശിച്ചു. അവൻ അല്ലെങ്കിലും അങ്ങനെ ഒരുത്തൻ തന്നെയാണ്. ഒരു രാജകുമാരനായതുകൊണ്ട് തന്നെ അതിൻ്റെതായ അധികാരം അവനുണ്ടായിരുന്നു. അത് മാത്രമല്ലാതെ
അവന്റെ ആ പേഴ്സണാലിറ്റി കാരണം രാജാവ് എപ്പോഴൊക്കെ നോക്കാതിരുത്തുണ്ടോ അപ്പോഴൊക്കെ അവൻ എന്തൊക്കെ കുരുത്തക്കേടാണ് കാണിച്ചു കൂട്ടിയത്. അവസാനം അവന്റെ കുരുത്തക്കേട് ഞങ്ങളുടെ രാജാവിന്റെ മരണത്തിനും കാരണമായി. എന്ത് നല്ല മനുഷ്യനായിരുന്നു എന്നറിയാം. നോക്ക്, ഞങ്ങളുടെ എൽഡർ ജാറിലുള്ള തല നോക്ക്, അത് ലോക്കി തലയെ കുത്തി കയറ്റിയതാണ്. പക്ഷെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് പക്ഷെ എന്റെ ഹെൽമെറ്റ് എന്നെ രക്ഷിച്ചു. ലൂഫിയൊക്കെ ഞെട്ടിപ്പോവുകയും ചെയ്യും, കാരണം ലോക്കി ഇതൊന്നും ലൂഫിയോട് പറഞ്ഞില്ലായിരുന്നു. ലോക്കിയുടെ എല്ലാ പരിപാടിയും തീർന്നത് 6 വർഷത്തിന് മുമ്പാണ്. ഷാങ്സ് എവിടേക്ക് വന്ന് അവനെ പിടിച്ചു കെട്ടുമായിരുന്നു. ഷാങ്സ് വന്നിരുന്നു? അയ്യോ ഞാൻ കണ്ടില്ലല്ലോ. അത് അവനുണ്ടായിരുന്നു നീ വരുന്നതിന് മുമ്പ്, പക്ഷെ എപ്പോ പോയെന്ന് എനിക്ക് ഡൗട്ട്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ലൂഫി, സോറയും ബാക്കിയുള്ളവരെല്ലാവരും മറ്റൊരു വില്ലേജിന്റെ സൈഡിൽ നിൽക്കുവാണ്. ലൂഫി ആയിട്ട് സോറോടെ നേരെ ചാടി തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അവൻ എന്നോട് പറഞ്ഞത് അവൻ ഷാങ്സിന് എവിടെയാണെന്ന് അറിയാവുന്നതാണ്. അത് മാത്രമല്ല അത് നിനക്ക് അറിയാമല്ലോ, ഷാങ്സിനെ കാണാൻ ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചിരിക്കുവാണെന്ന്. എടാ അതൊക്കെ സമ്മതിച്ച്, പക്ഷെ അവൻ നിന്നെ കളിപ്പിക്കുവാണെങ്കിൽ ആര് കണ്ട്? അപ്പൊ ലൂഫി പറയുകയും ചെയ്യും അതെങ്ങനെ നിനക്കറിയാം, കാരണം നീ ഇതുവരെ അവനെ കണ്ടില്ലല്ലോ. എനിക്കവനെ അറിയില്ല, പക്ഷെ അവനെ വെച്ച് പറഞ്ഞ് നോക്കാൻ നിർത്ത്, അവൻ നിന്നെ കളിപ്പിച്ചതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ലൂഫിയോട് നേരത്തെ നമ്മുടെ ലോക്കി പറഞ്ഞ കാര്യം ഷാങ്സ് എവിടെയാണെന്ന് പുള്ളിക്കാരന് പറഞ്ഞു കൊടുക്കാന്നായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ നാമി പറഞ്ഞത് എനിക്കറിയാം നീയൊക്കെ എന്നെ കൂട്ടാതെ എന്തോ കുരുത്തക്കേട് ഒപ്പിക്കാൻ പോകുവാണെന്ന്. അങ്ങനെ നാമിയും സോറയും ലൂഫിയും കൂടെ അവിടുന്ന് ഒരു കപ്പലിലേക്ക് കയറി പോകുവാണ്. അവരുടെ കൂടെ റോഡും ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ റോഡ് ഇപ്പൊ നമ്മുടെ നാമിയുടെ സ്ലേവ് ആയിട്ട് മാറിയിട്ടുണ്ട്. സ്യൂസ് അപ്ലേക്ക് വന്ന് നമ്മുടെ റോഡിനെടുക്കെ പറയുന്നുണ്ട് ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാമിയുടെ ആദ്യത്തെ സ്ലേവ് ഞാനാണ്, രണ്ടാമത്തെ സ്ലേവ് സാഞ്ചി, മൂന്നാമത്തെ വേണമെങ്കിൽ നീ ആയി. അവരൊരു ക്യാസിലേക്കാണ് പോകുന്നത്. നാമിയുടെ മൈൻഡ് ഫുള്ള് സ്വർണ്ണത്തിലാണെന്നുണ്ടെങ്കിൽ ലോക്കിയുടെ താക്കോലും തപ്പിയാണ് അവർ നേരെ ഇറങ്ങിയത്. പിന്നെ നമ്മുടെ റിലം ഓഫ് ഡെഡ് ആണ് കാണിക്കുന്നത്. അവിടെ ആയിട്ട് നമ്മുടെ ലോക്കി കിടന്ന് പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കാൻ നിർത്ത്, എനിക്ക് ഈ ഓഫർ റിഫ്യൂസ് ചെയ്യാനേ സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ ഓഫർ ഞാൻ മേടിച്ചു കഴിഞ്ഞാൽ ഞാനൊരു നൈറ്റ് ആയിട്ട് മാറുമെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സെലസ്റ്റഡ് ഡ്രാഗൻ ആകും. അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. ഈ ലോകത്ത് ആർക്കാണ് അവനെ പോലെ നാറുകളായിട്ട് മാറുന്നത്? നിനക്കപ്പോൾ ഇതിനെക്കുറിച്ച് വല്ല ഇന്റർവ്യൂ വല്ലതും ഉണ്ടോ? ഞങ്ങൾ കുറെ അധികം നാള് എൽബോഫിലേക്ക് ഡീറ്റെയിൽസ് ഒക്കെ വിടാൻ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എന്നിട്ടും അത് എവിടെയൊക്കെ കട്ട് ഓഫ് ആയി പോയിരുന്നു. അവൻ നമ്മുടെ ഷാങ്സിന്റെ ട്വിന്നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടറിന്റെ ക്ഷമ നശിച്ച് പുള്ളിക്കാർ പറയുന്നുണ്ട് ഇതേ കൂടുതൽ എനിക്ക് ക്ഷമിക്കാനൊന്നും സാധിക്കത്തില്ല. ഈ ഒരു ക്യാരക്ടറിന്റെ പേര് ഗുങ്കോ എന്നാണ്. പുള്ളിക്കാരി ഹോളി നൈറ്റ്സിലുള്ള ഒരാളാണ്. പെട്ടെന്ന് അവിടേക്ക് ഒരു വൂൾഫ് വരുന്നുണ്ട്. കറക്റ്റ് സമയത്താണ് മോനെ നീ ഇങ്ങോട്ട് വന്നത്, അവരങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്ക്. അപ്പൊ തന്നെ നമ്മുടെ ഗുങ്കോ പറയുന്നുണ്ട് നിനക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ നീ ബാക്കിലേക്ക് മാറി നിന്നു. എന്നാൽ ഈ വൂൾഫ് മാറാത്തത് കൊണ്ട് തന്നെ പുള്ളിക്കാരുടെ പവേസ് യൂസ് ചെയ്ത് ഒരു ആരോ പോലത്തെ സാധനമൊക്കെ കൊണ്ട് ഈ ഒരു വൂൾഫിനെ കെട്ടിത്തൂക്കും. ലോക്കി ആ ഒരു വൂൾഫിന് വേണ്ടി കിടന്ന് കാറുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഷാങ്സിന്റെ ടിൻ പോലിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ പറയുന്നുണ്ട് ഞങ്ങൾ അവനെ വെറുതെ വിടാം, പക്ഷെ നീ നിന്റെ മൈൻഡ് മാറ്റുമോന്ന് പറ. അപ്പോൾ അങ്ങനെയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ടിന്റെ ഫെയ്ത്ത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു, അവനെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കാം. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിൽ വെച്ചോ, ഞാനൊരു വാരിയറാണ്. ഇവിടുന്ന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ ദേഷ്യം ഈ ലോകം മുഴുവൻ സഹിക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ ലോക്കി വലിയൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ ഇവിടെ അവസാനിക്കുന്നത്. അടുത്ത ചാപ്റ്റർ എന്തായാലും നെക്സ്റ്റ് വീക്കിൽ തന്നെ ഇറങ്ങുന്നുണ്ട്, ബ്രേക്ക് ഒന്നും വരുന്നില്ല.